തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. കാലവർഷത്തിൻ്റെ ആരംഭം. അപ്പോൾ ഓർത്തുപോകുന്നത് 80കളിലെ ഇതേ നഗരമാണ്, ഇതേ തിരുവനന്തപുരം. 80കളിൽ ഒരു വലിയ മഴ പെയ്യുന്നത് നഗരത്തിലുള്ളവർക്ക് വലിയ ആശ്വാസമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വെള്ളയമ്പലവും കവടിയാറും എല്ലാം നല്ല വൃത്തിയായി, എല്ലാ മാലിന്യങ്ങളും ഒഴുകിപ്പോയി ഭംഗിയായിട്ട് ഈ നഗരം കിടക്കും. അതേസമയം തന്നെ തമ്പാനൂർ വെള്ളം പൊങ്ങില്ല. ഈ വെള്ളം മുഴുവൻ ഒലിച്ച് ഓടകളിലൂടെ നേരെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകി കരവനയാറ്റിൽ ചെന്ന് ചേരുന്ന സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മഴയെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ നഗരം, പൊതുവേ അന്ന് തികച്ചും മാലിന്യമുക്തമായിരുന്ന നഗരം പിറ്റേ ദിവസം കുളിച്ച് വളരെ സുന്ദരിയായി കാണപ്പെടുമായിരുന്നു ഓരോ മഴ കഴിയുമ്പോഴും. എന്നാൽ ഇന്ന് മഴയെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. മഴയത്ത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയാണ്. ഓടകൾ നിറഞ്ഞ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒത്തുചേരുന്ന തമ്പാനൂർ പ്രദേശം മുഴുവൻ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. നഗരത്തിൽ പലയിടങ്ങളിലും റോഡുകൾ തകരുന്നു, പലയിടങ്ങളിലും വെള്ളം കയറുന്നു. ഈ രീതിയിൽ ആണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ ഈ നഗരത്തെ മാറ്റിയെടുത്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണം നേരത്തെ ഉണ്ടായിരുന്ന ജലനിർഗമന മാർഗങ്ങളെല്ലാം തന്നെ അടച്ചാണ് പിന്നീട് വന്ന എല്ലാ കൺസ്ട്രക്ഷൻസും വരുന്നത്. പലയിടങ്ങളിലും നഗരത്തിലുണ്ടായിരുന്ന ഇപ്പോൾ ആമേഴഞ്ചാന്തോടൊക്കെ പോലുള്ള പല തോടുകളും അടച്ചു കെട്ടിയാണ്, പല സ്ഥലങ്ങളിലും അടച്ചു കെട്ടിയിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കരവനയാറ്റിലേക്ക് എത്തിയിരുന്ന പല പ്രധാനപ്പെട്ട തോടുകളും കനാലുകളും ഒന്നും ഇന്ന് അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് സ്വയംകൃതമായ അനർത്ഥമാണ്. ഇതിന് കണ്ണടച്ചു കൊടുക്കുന്നത് കാലാകാലങ്ങളിലുള്ള ഭരണാധികാരികൾ തന്നെയാണ്. അത് നഗരം ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെയും ഇത്തരം രീതികൾക്ക് കണ്ണടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ച ഒരു ദുരന്തമാണ്. ഇനിയെങ്കിലും ഈ ഭൂമി മുഴുവൻ നമ്മൾ ടൈലിട്ട് മൂടുന്നതിന് പകരം കുറേയധികം ജലനിർഗമന മാർഗങ്ങൾ തുറന്നു നൽകേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും.